പണ്ട് എങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ യു പിയിലേക്ക് നമ്മൾ ഇങ്ങനെ കണ്ണും കൂപ്പി ഇരിക്കണമായിരുന്നു. ഇപ്പോൾ യു പിയിലേക്കൊന്നും കണ്ണു കൂർപ്പിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നേരം വെളുത്ത ആ ഇരുട്ട് വെളുപ്പും കേരളത്തിൽ തന്നെ ദേ ഇങ്ങനെ വാർത്തകൾ കറങ്ങി 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 നടക്കുകയാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ക്യാച്ച് ചെയ്യാൻ പോലും പറ്റാത്തത്ര വാർത്തകളാണ് ഓരോ നിമിഷവും വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ദേ ഇപ്പോൾ കോഴിക്കോട് മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജീവനക്കാരിയുടെ നേരെ അതിക്രമം നടത്തിയിരിക്കുകയാണ്. അതിക്രമം എന്ന് പറഞ്ഞാൽ സാധാരണ അതിക്രമമല്ല, ലൈംഗിക അതിക്രമം, കടുത്ത രീതിയിലുള്ള ലൈംഗിക അതിക്രമമാണ്. ഈ ജീവനക്കാരി അതായത് ലോഡ്ജിലാണ് കേട്ടോ, ലോഡ്ജിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജോലിക്ക് വന്നിട്ട് ഒരു 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർ ജോലി ഒഴിഞ്ഞ ടൈമിൽ അവരുടെ ആ ഒരു ഒഴിഞ്ഞൊരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ വീഡിയോ ഒക്കെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിന് അവിടെയുള്ള ജീവനക്കാർ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഈ സ്ത്രീയെ കടന്നു പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കുതറി മാറിയ ഈ ഒരു സ്ത്രീ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ലോഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ പരിക്ക് പറ്റിയ ഈ സ്ത്രീയെ ഈ ഉപദ്രവിക്കാൻ ചെന്ന 3 കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു. മുക്കത്തുള്ളൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അവരെ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ യുവതി അപകടനിലയൊക്കെ തരണം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പോലീസുകാരൊക്കെ വന്നിട്ട് വളരെ വിശദമായ തെളിവെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്, മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികളെ ഇവർ തന്നെയാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവരെ പ്രതികളുമായി ഇനി പ്രതികളെ പിടികൂടി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്തൊക്കെ വാർത്തകളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നുകയാണ്. നമ്മുടെ നാട് ഇത്രയ്ക്ക് അധപ്പതിച്ച് പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടാൻ ആര് വിചാരിച്ചാലും നടക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് വല്ലാത്ത നാണക്കേടും തോന്നുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ സ്വന്തം നാട്ടിലാണല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നോർക്കുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ അമർത്തണം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക.